അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. നമ്മൾ നിലനിൽക്കുന്നത് പുണ്യ മുഹറം മാസത്തിലെ 9ാമത്തെ ദിവസത്തിൻ്റെ സുന്നത്ത് നോമ്പിലാണല്ലേ. അൽഹംദുലില്ലാഹ്, നിങ്ങളെല്ലാവരും നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. പടച്ച റബ്ബ് നമുക്ക് പൂർണ്ണമായിട്ടും അവൻ്റെ തൃപ്തിയിലായിട്ട് ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട്, ഒരുപാട് കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നമ്മുടെ എല്ലാ അമലുകളും അവൻ്റെ കൃപയിലായിട്ട് സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അല്പനേരം കൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മഗ്‌രിബിയോട് കൂടെ നമ്മൾ നോമ്പ് തുറക്കും. അതിനുശേഷം പിന്നീട് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് വളരെയേറെ ശ്രേഷ്ഠതയുള്ള ഒരു രാവ്, വെള്ളിയാഴ്ച രാവ്. ഓൾറെഡി നമുക്കറിയാം വളരെയധികം ശ്രേഷ്ഠതയാണ് വെള്ളിയാഴ്ച രാവിനിലെ. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ നമ്മൾ സായിദയാക്കേണ്ട, വർദ്ധിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രാവ്. അതിലുപരി ഈ വെള്ളിയാഴ്ച രാവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മുഹറം 10 വെള്ളിയാഴ്ച രാവും കൂടെയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാലും പോരാ, വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാലും പോരാ, അതിലുപരി എത്രയോ പ്രധാനപ്പെട്ട വളരെ കനപ്പെട്ട ഒരു രാവാണ് നമ്മുടെ ലൈഫിൽ പടച്ച റബ്ബ് എപ്പോഴെങ്കിലും നമുക്ക് കനിഞ്ഞു നൽകുന്ന ഒരു സ്പെഷ്യൽ രാവ്. കാരണം വെള്ളിയാഴ്ച രാവും മുഹറം 10 രാവും ഒരുമിച്ച് വരിക എന്നുള്ളത് വളരെ കുറവാണല്ലോ, വളരെ വിരളമാണ്. അൽഹംദുലില്ലാഹ്, തഖബ്ബലല്ലാഹ്, അല്ലാഹ് കബൂലാക്കട്ടെ. ഈ പുണ്യരാവ് ഒരുപാട് നന്മകളെ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് നൽകട്ടെ. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വെള്ളിയാഴ്ച പകലിനെക്കുറിച്ച്, വെള്ളിയാഴ്ചയെക്കുറിച്ച് പറഞ്ഞത് നമുക്കറിയാലോ. ശരിക്കും ഒരു സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസമാണ് എന്നാണ്. ആ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് നമുക്ക് മുഹറം 10 നോമ്പുള്ളത്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. നോമ്പ് നോൽക്കൽ വളരെയധികം സുന്നത്താണ്. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കി നമുക്ക് തന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ മുഹറമിലെ നോമ്പ് എന്നുള്ളത് റമളാനിലെ നോമ്പിന് ശേഷം മറ്റു എല്ലാ മാസങ്ങളെയും സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സുന്നത്ത് നോമ്പിൻ്റെ മാസം കൂടെയാണ് മുഹറം എന്നുള്ളത്. ഷഹറുല്ലാഹിൽ മുഹറം എന്നുള്ള അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇതൊക്കെ നമുക്കറിയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്താണെങ്കിലും ഈ ഒരു പുണ്യ രാവിലെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരത്ഭുത സ്വലാത്താണ്. അത്ഭുത സ്വലാത്ത് എന്ന് പറഞ്ഞാലും പോല നമ്മുടെ ജീവിതത്തിൽ ഒറ്റ തവണയെങ്കിലും ഇത് ചൊല്ലാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ കഴിച്ചിലായി. അത്രയും വലിയ തൗഫീഖാണ് ഇത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചൊല്ലാൻ സാധിക്കുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫലം എന്താ അറിയോ? ഒറ്റ പ്രാവശ്യം ഈ സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ 40 പ്രാവശ്യം ഒരുപാട് സ്വലാത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് സ്വലാത്തുകളുടെ സമാഹാരമായിട്ടുള്ള അതിൻ്റെ മജ്മുഅത്തായിട്ടുള്ള ദലായിലുൽ ഖൈറാത്ത് 40 പ്രാവശ്യം ചൊല്ലി തീർത്ത പ്രതിഫലമാണ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഒറ്റവട്ടം ചൊല്ലിയാൽ പടച്ച റബ്ബ് നൽകുന്നത്. അല്ലാഹുവേ തൗഫീക്ക് നൽകണേ. ഈ പുണ്യരാവിലെ നമ്മൾ ചൊല്ലേണ്ട ഒരു സ്വലാത്ത് ഒറ്റവട്ടം ചൊല്ലിയാലാണ് ഈ പറയുന്നത്. ഒരാൾ ഒരുപാട് പ്രാവശ്യം ചൊല്ലിയാലോ അത്രയും ഫലം കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഈ പുണ്യരാവിലെ ഈ ഒരു ദിവസത്തിൻ്റെ പകലിലൊക്കെ നമ്മൾ വല്ലാണ്ട് ഈ ഒരു സ്വലാത്ത് അധികരിപ്പിക്കാൻ ശ്രമിക്കുക. അത്രയും ഫലം പടച്ച റബ്ബ് തരും. എന്നിട്ട് പടച്ച റബ്ബിനോട് നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ദുആ ചെയ്യുക. ഒരിക്കലും വെറുതെ ആവില്ല കേട്ടോ. ഒരിക്കലും പടച്ച റബ്ബ് തട്ടൂല. വിശ്വാസത്തോടു കൂടെ, നല്ല യഖീനോടുകൂടെ, നല്ല ഉറപ്പോടുകൂടെ ചൊല്ലിയാൽ യാതൊരു വേസ്റ്റും ആവില്ല, ടൈം വെറുതെ ആവില്ല. ചൊല്ലിയത് ഒരിക്കലും നമുക്ക് ഒരു നിരാശ വരുത്തൂല ഇൻഷാ അല്ലാഹ്. സ്വലാത്ത് ഏതാ അറിയോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വദുർരിയ്യതിഹി വഅഹ്ലി ബൈതിഹി അദദ മാ ഫീ ഇൽമിക സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽകിക. ഇതാണ് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വദുർരിയ്യതിഹി വഅഹ്ലി ബൈതിഹി അദദ മാ ഫീ ഇൽമിക സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽകിക. ഒറ്റ തവണ ചൊല്ലിയാൽ തന്നെ എത്ര കൂലിയ പടച്ച റബ്ബ് തരുന്നത്. തൗഫീക്ക് നൽകട്ടെ അല്ലാഹു.
ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീക്ക് നൽകട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഈ പുണ്യ രാവിലെ അതുപോലെ തന്നെ നാളത്തെ പകലിൽ നിങ്ങളെല്ലാവരും നോമ്പ് നോൽക്കുന്നവരാണെന്ന് വിശ്വസിക്കണം. നോമ്പ് നോറ്റാൽ കഴിയുന്നവരൊക്കെ നോമ്പ് നോൽക്കുക. അത്രയും സുന്നത്താക്കപ്പെട്ട ഒരു ദിവസമാണ്. കാരണം മുൻകഴിഞ്ഞൊരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുമെന്നാണ് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് എന്താണെങ്കിലും ഈ സ്വലാത്ത് പരമാവധി നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നാളെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കർമ്മം എന്നുള്ളത് ഭക്ഷണത്തിന് നമ്മൾ വിശാലത കാണിക്കുക എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ വസ്സഅ അലാ ഇയാലിഹി ഫിൻ നഫഖതി യൗമ അശൂറാ വസ്സഅ അല്ലാഹു അലൈഹി സായിറ സനതിഹി. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ തൻ്റെ ഭാര്യ സന്താനങ്ങൾ, തൻ്റെ ഉമ്മ ഉപ്പ താനുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെ കാര്യത്തിൽ ഭക്ഷണ വിശാലത കാണിച്ചാൽ, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ നല്ല സുഭിക്ഷമായിട്ട് അവർക്ക് ആഷുറാഇൻ്റെ അന്ന്, മുഹറം 10 അന്ന് ഒരാൾ വിശാലത കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ള വർഷത്തിൽ അവനിക്ക് ഭക്ഷണ വിശാലത കാണിക്കുന്നതാണ്. അവനിക്ക് വിശാലമായിട്ട് അവൻ്റെ നഫക്കത്ത് പടച്ച റബ്ബ് വിശാലമാക്കി കൊടുക്കുന്നതാണ്. അവർക്ക് ആവശ്യമായ വസ്ത്രം, സാമ്പത്തിക സ്ഥിതി, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, ഇതൊക്കെ പടച്ച റബ്ബ് വിശാലാക്കി കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നാളെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് ഒരുപാട് ഖൈറുകൾ ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യം നൽകട്ടെ. ഈ ഒരു നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വഫഖനല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.